നേരത്തെ നമ്മൾ സിജു ഈ തെരച്ചിൽ നടക്കുന്ന പ്രദേശത്തേക്ക് അങ്കോളയിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സിജു ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിജു നമ്മളോടൊപ്പം ചേരുകയാണ് തത്സമയം ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് തെരച്ചിൽ നടക്കുന്ന പ്രദേശത്ത് നിന്ന്. രാവിലെ അവിടെ എങ്ങനെയാണ് തെരച്ചിൽ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് രാവിലെ ഇപ്പോൾ കൂടുതൽ JCBകളൊക്കെ എത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയൊക്കെ വരുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കർണാടകയിലെ അവിടുത്തെ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട് അവർ എന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ സമയം വൈകിയെന്ന പ്രശ്നവുമുണ്ട്. സിജു ചേരുകയാണ്. സിജു, ഇന്നത്തെ ആദ്യത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം കൂടുതൽ JCBകളൊക്കെ എത്തിച്ച് ഊർജിതമാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയൊക്കെ വരുന്നത് കൊണ്ട് അവർ ഒന്നുകൂടി ഒന്ന് ഉണർന്നിട്ടുണ്ട്. മനു, ഇപ്പോൾ ഈ സ്ഥലത്തു നിന്ന് അപകടം നടന്ന സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് വളരെ ദ്രുതഗതിയിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരച്ചിൽ കൂടുതൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ എത്തുന്നത് കൊണ്ട് കൂടുതൽ കാര്യക്ഷമമാക്കുന്നു എന്ന് വേണം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം മണ്ണുമാന്തി യന്ത്രങ്ങൾ ഈ അപകടം നടന്ന സ്ഥലത്ത്, അതായത് ഇന്നലെ റഡാർ വഴി പരിശോധന നടത്തി സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്ന സ്പോട്ടിലേക്ക് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്ത് പരിശോധന നടക്കുന്നു. JCB ഉപയോഗിച്ച് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതിന്റെ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത നോക്കൂ. ഈ ഒരു വശത്ത് ഗംഗാവാലി പുഴയാണ്. ആ പുഴയുടെ നടുവിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഇടിഞ്ഞ് വീണ മണ്ണിന്റെ ഭാഗങ്ങൾ കൊണ്ട് ഈ പുഴ ഏതാണ്ട് നടുഭാഗത്ത് പുഴ നിവർന്നിരിക്കുന്നു. ആ ഭാഗത്ത് മണ്ണും കല്ലും മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ തൊട്ട് മറുകരയിലേക്ക് വരെ മണ്ണ് എത്തി എന്നുള്ളതാണ്. ആ ഭാഗത്ത് പോലും മണ്ണിടിച്ചിലുണ്ടാകുന്ന തരത്തിലേക്ക് മണ്ണ് ഇവിടെ നിന്ന് ഇടിഞ്ഞു വീണു. ഇപ്പോൾ ഈ പ്രദേശവാസികൾ ഇവിടെ നിന്ന് പറയുന്നത് 20 അടി ആഴമാണ് ഇവിടെ ഈ പുഴയ്ക്ക് ഉള്ളത്. ആ പുഴ 20 അടിയും ആഴത്തിൽ ആ മണ്ണ് നിവർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മറുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മല നമുക്ക് കാണാൻ കഴിയും. ഇടിഞ്ഞു വീണ ആ മലയുടെ ദൃശ്യങ്ങൾ കാണാം. ഈ വലിയൊരു മല അങ്ങനെ തന്നെ ദേശീയപാതയിലേക്ക് ഇടിഞ്ഞ് വീഴുകയായിരുന്നു. പ്രദേശത്ത് നിന്നുള്ള നാട്ടുകാർ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം ദേശീയപാതയുമായി ബന്ധപ്പെട്ട് എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും വലിയൊരു അപകടമാണ് നടന്നത് എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെയല്ല, കൂടുതൽ ദ്രുതഗതിയിലുള്ള ഒരു നീക്കം നടക്കുന്നു എന്ന് വേണം നമുക്കിപ്പോൾ ഈ സ്ഥലത്തെത്തുമ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട് ആ പ്രദേശത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, റഡാർ വഴി ഒരു സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്തുന്നതിന് വേണ്ടി ആ ഭാഗത്തേക്ക് കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്താണ് റഡാറിൽ നിന്ന് സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്ന സ്ഥലം. ഇന്നലെ സൂചിപ്പിച്ചിരുന്നു 70% മെറ്റൽ എന്നുറപ്പിക്കാവുന്ന ഒരു സിഗ്നൽ ലഭിച്ചു എന്നാണ് പറയുന്നത്. ആ 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ, ചുവന്ന കളറിലുള്ള മണ്ണുമാന്തി യന്ത്രം അതോടൊപ്പം തന്നെ മഞ്ഞ നിറത്തിലുള്ള മണ്ണുമാന്തി യന്ത്രവും ഒരുമിച്ചുള്ള ആ ഭാഗത്താണ് കടയുണ്ടായിരുന്നത്. അതിന് തൊട്ടടുത്തായാണ് അർജുന്റെ വാഹനം നിർത്തിയിട്ടിരുന്നത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് പറയുന്നത്. ആ സ്ഥലത്തേക്ക് കൂടുതൽ എത്തുന്നതിന് വേണ്ടി ആ ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് പരമാവധി നീക്കം ചെയ്തുകൊണ്ട് ഈ പ്രദേശത്ത് സിഗ്നൽ ലഭിച്ച പ്രദേശത്തേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം 1, 2, 3, 4 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഒരേ സമയം ആ ഭാഗത്ത് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കൂടുതൽ ടിപ്പർ ലോറികളും ഇന്നത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും മുകളിൽ മണ്ണിന്റെ മുകളിൽ മണ്ണുമാന്തി യന്ത്രമുള്ള സ്ഥലത്തെ ആയാണ് റഡാർ സംവിധാനം വഴി ഒരു സിഗ്നൽ കണ്ടെത്താൻ കഴിഞ്ഞത്, സിഗ്നൽ ലഭിച്ചത്. ആ ഭാഗത്ത് ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും 6-7 മീറ്റർ ഉയരത്തിൽ മണ്ണ് മൂടിക്കിടക്കുന്നുണ്ട്. ഇന്നലെ ആ സിഗ്നലുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞത് 9 അടി ആഴത്തിലാണ് ഒരു സിഗ്നൽ ലഭിച്ചത് എന്നാണ് അവർ പറഞ്ഞത്. ആ സിഗ്നൽ ലഭിച്ച സ്ഥലത്തേക്ക് കൂടുതലായി സിഗ്നൽ ലഭിക്കുന്നതിനും പരിശോധനകൾ നടത്തുന്നതിനും വേണ്ടി മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.